അയ്യപ്പ ഭക്തരെ ഭക്തിയുടെ പരകോടിയിലെത്തിക്കുന്ന പുണ്യനാളുകളാണ് മണ്ഡലകാലം. വ്രതമനുഷ്ഠിച്ച് മാലയണിഞ്ഞ് കെട്ടുനിറച്ച് മല ചവിട്ടി അയ്യനെ കാണാൻ പോകുന്ന ഓരോ ഭക്തന്റെയും മനസ്സിൽ ശരണമന്ത്രങ്ങൾ മാത്രം. മണ്ഡലകാലം അവസാനിക്കുന്നത് മകരവിളക്കും അതോടൊപ്പം ആരംഭിക്കുന്ന ഉത്സവാഘോഷങ്ങളോടെയുമാണ്. ഓരോ ഭക്തനും കാത്തിരിക്കുന്ന അനിർവചനീയമായ നിമിഷമാണ് മകരസംക്രമ ദിനത്തിൽ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി ദർശനം. പൊന്നയ്യന് ചാർത്തുവാനുള്ള തിരുവാഭരണം സന്നിധാനത്തെത്തിക്കുന്നത് മകരസംക്രമ ദിനത്തിലാണ്. പന്തളം രാജകൊട്ടാരത്തിൽ നിന്നും രാജപ്രതിനിധി നയിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര 3-ാം നാൾ സന്നിധാനത്തെത്തുന്നു. മലയാള മാസം ധനു 28-നാണ് പന്തളത്ത് കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടുന്നത്. പന്തളത്ത് നിന്ന് പുറപ്പെട്ട് രാജപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ എത്തുകയാണ് ചെയ്യുന്നത്. പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ രാവിലെ 4 മണി മുതൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായുള്ള പരമ്പരാഗത ചടങ്ങുകൾ ആരംഭിക്കുന്നു. കൊട്ടാരത്തിലെ വലിയ തമ്പുരാന്റെയും രാജപ്രതിനിധിയുടെയും രാജകുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. തിരുവാഭരണം അമ്പലത്തിൽ കൊണ്ടുപോയി കാലത്ത് 5 മണിക്ക് കൊണ്ടുപോയി അവിടെ പൊതുജനങ്ങൾക്ക് പ്രദർശനത്തിന് വെക്കും. 12 മണി വരെ അവർക്ക് ഇത് തൊഴാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് 1 മണിക്ക് അവിടെ പൂജകളെല്ലാം കഴിഞ്ഞിട്ട് കൃത്യം 1 മണിക്ക് തന്നെ തിരുവാഭരണം ഘോഷയാത്ര ആരംഭിക്കും. 24 അംഗ തിരുവാഭരണ പേടക വാഹക സംഘാംഗങ്ങൾക്ക് തിരുവാഭരണ പേടകങ്ങളിൽ ചാർത്തിയ മാല അണിയിച്ച് അനുമതി, ആ തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള അനുമതി രാജകുടുംബാംഗത്തിലെ മുതിർന്ന അംഗം അവർക്ക് മാല ചാർത്തി അവിടുന്ന് തിരുവാഭരണങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് ക്ഷേത്രത്തിലെ വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റും. ആ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ തിരുമുന്നിൽ തിരുവാഭരണ പേടകം, ആ പ്രധാന പേടകം തുറന്നു വയ്ക്കും. ആ രാവിലെ വെളുപ്പിനെ മുതൽ തിരുവാഭരണ ദർശനം വലിയ കോയിക്കൽ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലായിട്ടാണ് തിരുവാഭരണ ദർശനം. അതിനുശേഷം 11 മണിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്രയുമായി അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടങ്ങുന്നത്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണം കണ്ടു തൊഴാനായി ജനലക്ഷങ്ങളാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തിയത്. ഭക്തിയുടെ നിറവിൽ വാദ്യഘോഷങ്ങളോടെ നിറഞ്ഞ പ്രാർത്ഥനയോടെ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങൾ ശിരസിലേറ്റി ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്നും ആരംഭിക്കുന്നു. വലിയ തമ്പുരാനും അതേപോലെ രാജപ്രതിനിധിയും ക്ഷേത്രത്തിലേക്ക് ആചാരപൂർവ്വം എഴുന്നള്ളും. അവരെ ദേവസ്വം ഭാരവാഹികൾ ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കും. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള മണ്ഡപത്തിൽ വലിയ തമ്പുരാന് പീഠത്തിൽ കസേരയിൽ ഈ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിലിരിക്കും. അതിന് താഴെയായിട്ട് രാജപ്രതിനിധി ഉണ്ടാകും. അവിടെ വെച്ച് എല്ലാവർക്കും ഭസ്മം നൽകി അനുഗ്രഹിക്കുന്നതോടൊപ്പം ഉടവാൾ ശ്രീകോവിലിലേക്ക് മേൽശാന്തിയുടെ കൈവശം കൈമാറും. ഉടവാൾ ക്ഷേത്രത്തിൽ പൂജിച്ച ഉടവാൾ മേൽശാന്തി വലിയ തമ്പുരാന് കൈമാറും. വലിയ തമ്പുരാൻ ഈ ഉടവാൾ രാജപ്രതിനിധിക്ക് കൈമാറി തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകാനുള്ള അനുമതി നൽകും. ശേഷം കൊട്ടാരം ഭാരവാഹികൾ അവരെ ആ പേടകമടച്ച് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള പ്രത്യേക നീരാഞ്ജന പൂജകൾക്ക് ശേഷം നീരാഞ്ജനമൊഴിഞ്ഞ് പ്രത്യേക ഉച്ചപൂജയ്ക്കും ശേഷം തിരുവാഭരണം കൈകളിൽ അതിൻ്റെ പേടകം കൈകളിലേന്തി കൊട്ടാരം ഭാരവാഹികളെ കൊട്ടാര അംഗങ്ങൾ ശ്രീകോവിലിനെ വലം വെച്ച് ഗുരുസ്വാമിയുടെ ശിരസിലേക്ക് പേടകം കൈമാറും. ശബരിമലയിൽ പൂജാക്രമങ്ങൾ, ഉത്സവം എന്നിവ നിശ്ചയിച്ചത് സാക്ഷാൽ മണികണ്ഠകുമാരൻ തന്നെയാണ്.
സ്വാമി അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരം ആ ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് പന്തളം രാജപ്രതിനിധി തിരുവാഭരണങ്ങളുമായി സന്നിധാനത്തേക്ക് യാത്ര തിരിക്കുന്നത്. രാജകുമാരനായി സ്വാമി അയ്യപ്പനെ കാണുവാനുള്ള അച്ഛന്റെ ആഗ്രഹ സഫലീകരണത്തിനായി ആടയാഭരണങ്ങളും ആയുധവും പൂജാപാത്രങ്ങളുമാണ് തിരുവാഭരണ പേടകങ്ങളിൽ സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടുതന്നെ ആ യാത്രയ്ക്കും ആ ചടങ്ങുകൾക്കും ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുണ്ട്. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ മണികണ്ഠനാൽത്തറ, കുളനട, ഉള്ളന്നൂർ, കുറിയാനപ്പള്ളി, കിടങ്ങന്നൂർ, ആറന്മുള വഴി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തുന്നു. അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തുന്ന സംഘം ആദ്യ ദിവസം അവിടെ വിശ്രമിക്കും. ആദ്യമായി തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്രത്തെ വലം വെച്ച് മേടക്കല്ല് ഇറങ്ങി കൊച്ചു കൊട്ടാരത്തിൻ്റെ പടിയിലൂടെ മണികണ്ഠനാൽത്തറ ചുറ്റി മണികണ്ഠനാൽത്തറയിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അവിടെ നിന്ന് കുളനട ദേവീക്ഷേത്രത്തിന് മുന്നിലായിട്ട് തിരുവാഭരണ പേടകങ്ങൾ ദർശനത്തിന് തുറന്നു വയ്ക്കും. അവിടെ നിന്ന് ഉള്ളന്നൂർ ക്ഷേത്രത്തിലെത്തും. ഉള്ളന്നൂർ ക്ഷേത്രത്തിലും ദർശനത്തിനായി തുറന്നു വയ്ക്കും. അതുപോലെ ആറന്മുള ക്ഷേത്രത്തിന് മുന്നിലെ ഗണപതി ക്ഷേത്രത്തിന് മുന്നിലായിട്ട് തിരുവാഭരണങ്ങൾ തുറന്നു വയ്ക്കും. പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഭക്തജനങ്ങളുടെ നിറഞ്ഞ ശരണം വിളിയോടെ ആരംഭിക്കുന്ന തിരുവാഭരണ സംഘം ആദ്യം എത്തിച്ചേരുന്നത് കുളനട ദേവീക്ഷേത്രത്തിലാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കുളനട ദേവീക്ഷേത്രത്തിൽ തിരുവാഭരണത്തെ സ്വീകരിക്കാനായി പ്രാർത്ഥനയോടെ കാത്തുനിൽക്കുന്നത്. തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിൽ വലം വെച്ച് ദർശനത്തിനായി പേടകം തുറന്നുവെക്കുന്നു. കുളനടയിൽ നിന്നും പുറപ്പെടുന്ന തിരുവാഭരണ സംഘം മുടപ്പന വഴി ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ഉള്ളന്നൂർ ദേവീക്ഷേത്രത്തിലെത്തിച്ചേരുന്നു. അവിടെയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനസാഗരമാണ് തിരുവാഭരണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. പേടകം തുറന്നുവെച്ച് ഭക്തർക്ക് ദർശനത്തിനായുള്ള അവസരമൊരുക്കുന്നു. തിരുവാഭരണം പോകുന്ന വഴിയിലുടനീളം ഇരുവശത്തുമായി ഭക്തർ വിളക്കുവെച്ച് സ്വീകരിക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ്. അയ്യന്റെ തിരുവാഭരണത്തെ ഒരു നോക്ക് കാണുവാനും തൊഴുവാനും ഭക്തർ കാണിക്കുന്ന ആവേശം അയ്യപ്പ ഭക്തിയുടെ നേർക്കാഴ്ച നമുക്ക് കാട്ടിത്തരുന്നു. ഉള്ളന്നൂർ ക്ഷേത്രത്തിൽ നിന്നും പറയങ്കരയെത്തി അവിടെ നിന്നും നേരെ കുറിയാനപ്പള്ളി ക്ഷേത്രത്തിലാണ് പിന്നീട് തിരുവാഭരണ സംഘം എത്തിച്ചേരുന്നത്. അവിടെയും ഭക്തർക്ക് ദർശനത്തിനായി പേടകം തുറന്നുകൊടുക്കുന്നു. അവിടെ നിന്നും തവിട്ടുപൊയ്കയിൽ എന്ന സ്ഥലത്തെത്തി കൂടുവെട്ടിക്കൽ എന്ന സ്ഥലം വഴി കാവുംപടി ക്ഷേത്രവും കിടങ്ങന്നൂർ ക്ഷേത്രവും കഴിഞ്ഞ് വൈകുന്നേരം 6:30 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തുന്നു. പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവാഭരണം ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി ഇവിടെ നിന്നുള്ള സ്വീകരണം വാങ്ങിയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെയും വിവിധ ഭക്തജനങ്ങൾ ഇത് ദർശിക്കാനും കൂടാതെ അതിൻ്റെ കൂടെ അനുഭവിക്കാനും ഇവിടെ ആറന്മുള ദേവസ്വത്തിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിലായി തന്നെ നിൽപ്പുണ്ട്. അതിന് തിരക്ക് ഇവിടെ കാണാൻ പറ്റും. തിരുവാഭരണ സംഘം ആറന്മുളയിൽ നിന്നും യാത്ര തിരിച്ച് കോഴഞ്ചേരി പാമ്പാടിമൺ ക്ഷേത്രത്തിലും ചെറുകോൽപ്പുഴ ക്ഷേത്രത്തിലും ഭക്തർക്ക് ദർശനത്തിനായി തുറന്നുകൊടുക്കുന്നു. ശേഷം രാത്രി 10 മണിയോടെ അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. താലപ്പൊലിയും വാദ്യമേളങ്ങളുമായി തിരുവാഭരണത്തെ അയിരൂർ പുതിയകാവിലെ ഭക്തജനങ്ങൾ സ്വീകരിക്കുന്നു.
തുടർന്ന് ഘോഷയാത്രയുടെ 1-ാം ദിവസം തിരുവാഭരണ സംഘം യാത്ര അവസാനിപ്പിച്ച് പുതിയകാവ് ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്രയുടെ 2-ാം ദിവസം അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 3 മണിയോടെ തിരുവാഭരണ വാഹക സംഘം യാത്ര തിരിക്കുന്നു. അഴീക്കൽക്കുന്ന്, ഇടക്കുളം, റാന്നി, വടശ്ശേരിക്കര വഴി 9 മണിയോടെ പ്രയാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. പ്രയാർ ക്ഷേത്രത്തിൽ നിന്നും യാത്ര തുടരുന്ന തിരുവാഭരണ സംഘം മാടമൺ വഴി കൊട്ടാരം ക്ഷേത്രത്തിലും ഉച്ചയോടെ പെരുന്നാട് ക്ഷേത്രത്തിലും എത്തിച്ചേരുന്നു. തുടർന്ന് രാത്രി 9 മണിയോടെ ലാഹ ഫോറസ്റ്റ് സത്രത്തിലെത്തിച്ചേരുന്ന തിരുവാഭരണ സംഘത്തെ വൻ ജനാവലി വാദ്യമേളങ്ങളോടെ സ്വീകരിക്കുന്നു. രണ്ടാം ദിനത്തിലെ യാത്ര അവസാനിപ്പിച്ച് തിരുവാഭരണ സംഘം ലാഹ ഫോറസ്റ്റ് സത്രത്തിൽ വിശ്രമിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്രയുടെ 3-ാം ദിനത്തിൽ സംഘം ലാഹയിൽ നിന്നും യാത്ര ആരംഭിച്ച് രാവിലെ 7 മണിയോടെ നിലക്കൽ ക്ഷേത്രത്തിൽ സ്വീകരണമേറ്റുവാങ്ങുന്നു. ഭക്തജനസഹസ്രങ്ങളാണ് നിലക്കൽ ക്ഷേത്രത്തിൽ തിരുവാഭരണം കണ്ടു തൊഴുവാനായി എത്തിച്ചേരുന്നത്. നിലക്കൽ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രാ സംഘം പിന്നീടെത്തിച്ചേരുന്നത് അട്ടത്തോടാണ്.
അവിടെ തിരുവാഭരണത്തറയിൽ പേടകം ഇറക്കിവെച്ച് പൂജകൾ കഴിഞ്ഞ ശേഷം സംഘം തിരുവാഭരണ പേടകങ്ങളുമായി കാനനപാതയിലേക്ക് പ്രവേശിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്രാ സംഘം ഏറ്റവും കാഠിന്യം നിറഞ്ഞ വഴികളിലൂടെയാണ് ഇവിടം മുതൽ കടന്നു പോകുന്നത്. ഭാരമേറിയ തിരുവാഭരണ പേടകങ്ങൾ ചുമന്ന് ഗുരുസ്വാമികൾ നഗ്നപാതരായി കല്ലും മുള്ളും നിറഞ്ഞ കാനനപാതയിലൂടെ സന്നിധാനം ലക്ഷ്യമാക്കി നടന്നു നീങ്ങുമ്പോൾ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം അവർക്ക് ഊർജം പകരുന്നു. ആ പെട്ടി തലയിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹവും ആ അനുഗ്രഹത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമല്ലോ. ഇന്നത്തെ ചൂടും റോഡുകളും വളരെ മോശമുള്ള റോഡുകൾ. പക്ഷേ എങ്കിൽ പോലും അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവുമില്ലാതെ സന്നിധാനത്ത് തിരുവാഭരണം എത്തിക്കുകയും തിരിച്ചത് പന്തളത്ത് എത്തിക്കുകയും ചെയ്യാറുണ്ട്. ശബരിമലയിലേക്ക് പരമ്പരാഗതമായി 3 പാതകളാണുള്ളത്. പെരിയ പാത എന്നറിയപ്പെടുന്ന കാനനപാത എരുമേലിയിൽ നിന്നാരംഭിച്ച് കാളകെട്ടി കരിമല വഴി പമ്പയിലെത്തുന്നു. വണ്ടിപ്പെരിയാർ സത്രം പുൽമേട് വഴി സന്നിധാനത്തെത്തുന്നതാണ് മറ്റൊരു പാത. പന്തളത്ത് രാജാവ് ശബരിമലയിലേക്ക് പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന പാതയാണ് തിരുവാഭരണ പാത. തിരുവാഭരണം കടന്നുപോകുന്ന സമയത്ത് മാത്രമേ ഭക്തർ ഈ പാത വഴി യാത്ര ചെയ്യാറുള്ളൂ. കാനനപാതയിലൂടെ നടന്നു മുന്നേറുന്ന തിരുവാഭരണ പേടകവാഹക സംഘം കൊല്ലമൂഴിയിൽ പേടകങ്ങൾ ഇറക്കിവെച്ച് വിശ്രമിക്കുന്നു. പൂജകൾ കഴിഞ്ഞ് കൊല്ലമൂഴിയിൽ നിന്നും 6 കുറുകെ കടന്ന് പമ്പയാറിന്റെ കൈവഴിപ്പുഴയുടെ തീരത്തുകൂടി നടന്നു നീങ്ങുന്ന തിരുവാഭരണ പേടകവാഹക സംഘത്തെ ശരണഘോഷങ്ങളാൽ ഭക്തർ അനുഗമിക്കുന്നു. കൊടും വനത്തിലൂടെ തിരുവാഭരണത്തോടൊപ്പമുള്ള ഭക്തി നിർഭരമായ ഈ യാത്ര ഏതൊരു അയ്യപ്പ ഭക്തന്റെയും മനസ്സിൽ അചഞ്ചലമായ ഭക്തി നിറയ്ക്കുന്നു. അതികഠിനമായ യാത്രയെങ്കിലും അയ്യനെ മനസ്സിൽ ധ്യാനിച്ച് ശരണമന്ത്രങ്ങളോടെയുള്ള തിരുവാഭരണ ഘോഷയാത്ര ഭക്തർക്ക് തികച്ചും ആനന്ദാനുഭൂതി പകരുന്നതും വേറിട്ട അനുഭവവുമാകുന്നു. തികച്ചും തിരുവാഭരണ ഘോഷയാത്ര ഒരു കഠിനമായ യാത്രയാണ്. ഈ പാതയിൽ ഉടനീളം തന്നെ കല്ലും മുള്ളും, പ്രത്യേകിച്ച് യാതൊരു യാത്രാ സൗകര്യങ്ങളും എടുക്കാതെ തന്നെയാണ് ഭക്തർ ഈ യാത്രയിൽ ഉടനീളം സഞ്ചരിക്കുന്നത്. ദുർഘടമായ യാത്രയാണ്, യാതനകൾ ഒരുപാട് സഹിക്കാനുണ്ടെങ്കിലും ഭക്തർക്ക് ഓരോ വർഷം കഴിയുന്തോറും തിരുവാഭരണങ്ങളെ അനുഗമിച്ച് തിരുവാഭരണത്തോടൊപ്പം യാത്ര ചെയ്ത് അത് കാടും മേടും കാട്ടാറുകളും ഈ നഗരവീഥികളും ഒക്കെ താണ്ടി സന്നിധാനത്തേക്കുള്ള ഈ യാത്രയിൽ ചില സ്ഥലങ്ങളിൽ കിടക്കാനോ വിശ്രമിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലെങ്കിലും ഈ അസൗകര്യങ്ങളെയൊക്കെ സൗകര്യങ്ങളാക്കി ഈ ദുർഘടങ്ങളെയൊക്കെ അനുഭൂതികളാക്കിക്കൊണ്ട് ശരണമന്ത്രങ്ങളുടെ സാന്നിധ്യത്തിലാണ് യാത്ര തുടങ്ങുന്നത്. 3 പേടകങ്ങളിലായാണ് തിരുവാഭരണങ്ങൾ സന്നിധാനത്തെത്തിക്കുന്നത്. അതിൽ മുന്നിലായി സഞ്ചരിക്കുന്ന പേടകമാണ് 18-ാം പടി കയറുക. മറ്റു 2 പേടകങ്ങളും 18-ാം പടിക്ക് മുന്നിലൂടെ മാളികപ്പുറത്തേക്ക്. പ്രധാന തിരുവാഭരണ പേടകം എന്ന് പറയുന്നത് ആ മുന്നിലായി ഏകദേശം ഒരു പിരമിഡ് ഷേപ്പിൽ ഉള്ള പേടകമാണ് തിരുവാഭരണ പേടകം. ആ തിരുവാഭരണ പേടകമാണ് 18-ാം പടി കയറി ശ്രീകോവിലേക്ക് പോകുന്നത്. മറ്റു 2 പേടകങ്ങൾ ശരിക്കും ശബരിമല ഉത്സവത്തിന് രാജാവ് തൻ്റെ പരിവാരങ്ങളെയും കൂട്ടി നടത്തുന്ന യാത്രയെന്ന് വേണം തിരുവാഭരണ ഘോഷയാത്രയെ വിശേഷിപ്പിക്കാൻ. 2-ാമത്തെ പേടകത്തിൽ അവിടെ കളഭാഭിഷേകത്തിനുള്ള തങ്കകലശമാണ്. 3-ാമത്തെ പേടകത്തിൽ അവിടെ മണിമണ്ഡപത്തിൽ നിന്ന് ഭഗവാന്റെ എഴുന്നള്ളത്തിനുള്ള തിടമ്പ്, ഭഗവാന്റെ രൂപം വഹിക്കുന്ന തിടമ്പും അതേപോലെ ആനച്ചമയവും 2 മലകളെ പ്രതിനിധീകരിക്കുന്ന കൊടികളുമാണ്. കൊടിയും
ആ കുടയും ആനച്ചമയവും തിടമ്പുമാണ് മൂന്നാമത്തെ വലിയ കൊടിപ്പെട്ടി എന്ന് പറയുന്ന ധ്വജപേടകം ആ വലിയ പെട്ടിയിലുള്ളത്. തിരുവാഭരണ സംഘം വലിയാനവട്ടവും ചെറിയാനവട്ടവും താണ്ടി ചെങ്കുത്തായ നീലിമല കയറി അപ്പാച്ചിമേട്ടിലെത്തിച്ചേരുന്നു. തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ച് പല്ലക്കിലേറി വന്ന രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ പമ്പയിലേക്ക് തിരിക്കുന്നു. തിരുവാഭരണ സംഘം അവിടെ നിന്നും 4 മണിയോടെ ശബരിപീഠത്തിലേക്കും തുടർന്ന് 5:30 ശരംകുത്തിയിലുമെത്തുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവസ്വം ഉദ്യോഗസ്ഥർ ശരംകുത്തിയിൽ തിരുവാഭരണത്തെ സ്വീകരിക്കുന്നു. വലിയാനവട്ടവും ചെറിയാനവട്ടവും നീലിമല അടിവാരത്ത് കൂടി നീലിമലയിൽ എത്തി അവിടെ നിന്ന് അപ്പാച്ചിമേട് ശബരിപീഠത്തിൽ എത്തിച്ചേരും. ശബരിപീഠത്തിൽ നിന്നും ശരംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര ഏകദേശം വൈകിട്ട് 4 മണിയോടുകൂടി എത്തും. ദേവസ്വം ഭാരവാഹികൾ അതേപോലെ വിശിഷ്ട വ്യക്തികളൊക്കെ ചേർന്ന് ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണ പേടകങ്ങളെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. ശരംകുത്തിയിൽ നിന്നും തിരുവാഭരണം ലക്ഷ്യസ്ഥാനമായ സന്നിധാനത്തേക്ക് നീങ്ങുന്നു.
ഇരുവശത്തുമായി തീർത്ഥാടകരുടെ നിലയ്ക്കാത്ത ശരണം വിളികളേറ്റുവാങ്ങിക്കൊണ്ട് തിരുവാഭരണ പേടകവാഹക സംഘം ആനന്ദ നൃത്തമാടി സന്നിധാനത്തെത്തുന്നു. ശരണവഴികളെ ഭക്തിസാന്ദ്രമാക്കി തിരുവാഭരണ ഘോഷയാത്ര അങ്ങനെ 3-ാം നാൾ വൈകുന്നേരം 6:30 ശബരീശ സന്നിധിയിൽ. ഭക്തിയുടെ പരകോടിയിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ സാക്ഷിയാക്കി 18 പടികളുമേറി അയ്യനുള്ള തിരുവാഭരണപ്പെട്ടി സോപാനത്തിലേക്ക്. തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള പൊന്നയ്യനെ കൺകുളിർക്ക കാണുവാനായി നിമിഷങ്ങൾ മാത്രം ബാക്കി. സ്വാമിയെ ശരണമയ്യപ്പ എന്ന നിലയ്ക്കാത്ത ശരണം വിളികളുടെ ധ്വനികൾ സന്നിധാനമാകെ അലയടിക്കുന്നു. മണ്ഡലകാലത്തിൽ ഓരോ ഭക്തനും കാത്തിരിക്കുന്ന ആനന്ദദായകമായ അവാച്യമായ കാഴ്ചാനുഭവം. അതെ, മകരജ്യോതി ദർശനത്തിനായി ഭക്തരുടെ കണ്ണും മനസ്സും ഒരേ ഒരു ദിശയിലേക്ക്. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. മകരവിളക്കിനു ശേഷം 5 നാൾ നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് ശബരിമലയിൽ. രാജപ്രതിനിധി ദർശനം നടത്തി അവിടെ ദക്ഷിണയും നൽകി വലം വെച്ച് പ്രാർത്ഥിച്ച് മാളികപ്പുറത്തും ദർശനം നടത്തിയ ശേഷം പിറ്റേന്നാളാണ് കളഭാഭിഷേകം നടക്കുന്നത്. ആ കളഭാഭിഷേകത്തിന് മുൻപ് നടക്കുന്നതാണ് അവസാനത്തെ ഒരു തീർത്ഥാടന കാലത്തെ അവസാനത്തെ നെയ്യഭിഷേകം. കളഭത്തിന് മുന്നേ നടക്കുന്നതാണ്. കളഭാഭിഷേകത്തിന് ശേഷം പിന്നീട് നെയ്യഭിഷേകം ശബരിമലയിൽ ഉണ്ടാവില്ല. കളഭാഭിഷേകത്തിന് ശേഷമാണ് എഴുന്നള്ളത്തിന് ശേഷമാണ് ഗുരുതി പൂജ. മണ്ഡല മകരവിളക്കുത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല നടയടയ്ക്കുന്നു. പന്തളം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മയുടെ സാന്നിധ്യത്തിലാണ് നടയടയ്ക്കുന്നത്. തിരുവാഭരണ പേടകങ്ങളുമായി അയ്യനെ വണങ്ങി അനുവാദം വാങ്ങി തിരുവാഭരണ സംഘം തിരിച്ച് പന്തളം കൊട്ടാരത്തിലേക്ക്.